സിദൂർ ദൗത്യം നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഇന്ന് 10ാം നാളാണ്. ഇന്നാണ് പ്രതീക്ഷയുടെ ദിവസം. ഇപ്പോൾ ഏറ്റവും ശക്തമായ തിരച്ചിലിനുള്ള തയ്യാറെടുപ്പുകളാണ് അവിടെ നടക്കുന്നത്. നേവി സംഘം തയ്യാറാണ്. പക്ഷേ കനത്ത മഴ, അതുപോലെ തന്നെ ശക്തമായ കാറ്റ്, അടിയൊഴുക്ക് ശക്തമായിരിക്കുന്നത്, ഇതൊക്കെയാണ് നേവി സംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളി. പക്ഷേ കാലാവസ്ഥ അനുകൂലമായാൽ 5 അംഗ സംഘം അപ്പോൾ തന്നെ തിരച്ചിലിന് ഇറങ്ങും. ഉച്ചയോടുകൂടി ഡ്രോൺ പരിശോധനയുമുണ്ട്, അത് പ്രധാനമാണ്. ഡ്രോൺ പരിശോധനയ്ക്കുള്ള സംവിധാനങ്ങളും അവിടെ ഒരുക്കുകയാണ്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, ഓറഞ്ച് അലേർട്ടാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥാ സാഹചര്യം എന്താണ് ഈ നേവി സംഘം നൽകുന്ന വിവരങ്ങൾ? വേണു, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച്, അതായത് ഈ നേവി സംഘത്തിന്റെ തിരച്ചിൽ, അത് ഈ നദിയിലെ അടിയൊഴുക്കടക്കമുള്ള കാര്യങ്ങൾ, കനത്ത മഴ, ഈ സാഹചര്യത്തിൽ അവർക്ക് തുടരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, സാനി എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണ് നീക്കം അത് ശിരൂരിൽ പുരോഗമിക്കുന്നുണ്ട്. അത് മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനം. ഡ്രോൺ എത്തിയാലുടൻ, അല്ലെങ്കിൽ ഡ്രോൺ സംഘം പരിശോധന ആരംഭിച്ചാൽ, അല്ലെങ്കിൽ ആ കാലാവസ്ഥ ഒന്ന് മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ഡ്രോൺ സംഘം അവരുടെ പരിശോധന ആരംഭിക്കും. ആ സമയത്തേക്ക് നേവി സംഘത്തിനും ഈ അവരുടെ ഡിങ്കി ബോട്ടുകളിൽ സ്ക്യൂബ ഡൈവിങ്ങിന് ഇറങ്ങാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡീപ്പ് ഡൈവിംഗ് ആവശ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് അല്പസമയം മുൻപും ഒരു നേവി ഉദ്യോഗസ്ഥനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ മോശം കാലാവസ്ഥ വലിയ വില്ലനാകുന്നു ശിരൂരിൽ. അതുമാത്രവുമല്ല, ഈ നദിയിലെ ഒഴുക്ക്, ഗംഗാവാലി നദിയിലെ ഒഴുക്ക്, അതും തിരിച്ചടിയാകുന്നു. ഈ രണ്ട് സാഹചര്യങ്ങൾ മറികടന്ന് വേണം പ്രധാനപ്പെട്ട 3 പരിശോധനാ നടപടികളിലേക്ക് കടക്കാൻ. അതിലിപ്പോൾ ഒന്നാമത്തെ കാര്യം മാത്രമാണ് ശിരൂരിൽ പുരോഗമിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യുകയാണ്. അതായത് ഒരു പ്ലാറ്റ്ഫോമിന്റെ നീളം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നദീ തീരത്ത് നിന്നും നദിയിലേക്കുള്ള പ്ലാറ്റ്ഫോം ഒരുക്കുക. ആ പ്ലാറ്റ്ഫോമിന്റെ കുറച്ചും കൂടെ വീതിക്ക് ആ പ്ലാറ്റ്ഫോം ഒരുക്കിയാൽ പിന്നീട് ഈ നദിയിലെ മണ്ണ് നീക്കം അതൊരു പക്ഷേ ഒരു 10 മീറ്റർ അകലത്തിൽ നടത്താൻ കഴിയും എന്നുള്ളത് ഒരു വിലയിരുത്തലായി പറയുന്നുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുക. ഏതായാലും നിലവിൽ ഇപ്പോൾ അല്പസമയം മുൻപ് വരെ കാര്യമായ മഴയുണ്ടായിരുന്നു ഈ മേഖലയിൽ. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ മൂടൽമഞ്ഞുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ തരണം ചെയ്ത് വേണം ഈ രക്ഷാപ്രവർത്തനം നടത്താൻ. ഈ സാഹചര്യത്തിൽ അത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തതയില്ല. മാത്രവുമല്ല, ഈ ഡ്രോൺ പരിശോധന അത് നടത്തണമെങ്കിൽ സ്വാഭാവികമായും ഈ കാലാവസ്ഥ ഒന്ന് നേരെയാകണം. ആദ്യം അവരുടെ ഒരു പ്രാക്ടീസ് ഏരിയൽ സർവേ ഉണ്ടാകും. അതിനുശേഷം മാത്രമായിരിക്കും റഡാർ സിഗ്നലുകൾ ലഭിക്കുന്ന ഡ്രോൺ പരിശോധന നടത്തുക. ആ ഡ്രോൺ പരിശോധനയിൽ ലഭിക്കുന്ന സിഗ്നലുകൾ ഡീകോഡ് ചെയ്ത ലോറി കൃത്യം എവിടെയുണ്ട്, എത്ര ആഴത്തിൽ, എത്ര ദൂരത്തിൽ, എത്ര കയ്യകലത്തിൽ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ അതിനുശേഷം തുടർ നടപടികൾക്ക് വേണ്ടിയിട്ട് ഒരു തീരുമാനമെടുക്കാൻ കഴിയുമെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഒരു ദൂരക്കാഴ്ചയാണ്. ആ ദൂരക്കാഴ്ചയിൽ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നു എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണ് നീക്കം. അരുൺ പൂപ്പറമ്പ്, അദ്ദേഹവും ഈ ജോഗ്രഫിയെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള ആളാണ്. അരുൺ പൂപ്പറമ്പ് കൂടി ഈ റെസ്ക്യൂവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അത് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ജില്ലാ ഭരണകൂടത്തിൽ നിന്നടക്കം ലഭിക്കുന്ന വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാനുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഡ്രോൺ പരിശോധനയ്ക്കും അതേപോലെ സ്ക്യൂബ ഡൈവിങ്ങിനും സാങ്കേതികമായ ചില തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അരുൺ, ഡ്രോൺ പരിശോധന ഉച്ചയോടെ മാത്രമേ തുടങ്ങൂ എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. നിലവിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ യന്ത്ര സംവിധാനം ഉപയോഗിച്ച് അവിടുത്തെ മണ്ണ് നീക്കുകയാണ്. നിലവിൽ അവിടെ ഒരു പ്ലാറ്റ്ഫോം റെഡിയായിട്ടുണ്ട് എന്നാണ് നേരത്തെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഇതുവരെ നമുക്ക് ഈ ഡൈവിംഗ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ തുടരുന്നുണ്ട്. ഇടവിട്ട് ശക്തമായ മഴ ഈ മേഖലയിൽ പെയ്യുന്നുണ്ട്. അടിയൊഴുക്ക് വലിയ രീതിയിൽ കുറഞ്ഞിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ ഈ ഡ്രോൺ പരിശോധനക്ക് കാത്തു നിൽക്കുമോ നേവി സംഘം എന്നാണ് നമ്മൾ അറിയേണ്ടത്. എന്തായാലും ഇത് സംബന്ധിക്കുന്ന ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട്. നിലവിലിപ്പോൾ എന്തായാലും നേവി സംഘം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പരിശോധന ആരംഭിച്ചിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ പ്രധാനമായും ഈ കാലാവസ്ഥയുടെ ഒരു ഗതി തന്നെയാണ്. പുഴയിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്, ഡീപ്പ് ഡൈവിങ്ങിന് ഈ അടിയൊഴുക്കൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. മഴ തുടർച്ചയായി പെയ്തുകൊണ്ടിരുന്നാൽ അത് നടക്കില്ല. ഇന്നലെ വൈകിട്ടും അത് തന്നെയാണ് നമുക്ക് വൈകിട്ട് ലോറി കണ്ടെത്തിയത്. ഒരു ഉച്ചയ്ക്ക് ശേഷം ഇതിന് സ്ഥിരീകരണം വന്നെങ്കിൽ പോലും പോയിന്റ് ഔട്ട് ചെയ്തെങ്കിൽ പോലും അവർക്ക് ഈ കാലാവസ്ഥയും അടിയൊഴുക്കും കാരണം അവർക്ക് ആ ഡൈവിങ്ങിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന വിവരം അനുസരിച്ച്, അതായത് ഈ നേവി സംഘം അതുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു ആദ്യഘട്ട പരിശോധന അത് അവിടെ നടത്താനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ്. വേണു, ഷഫീദ് റാവുത്തറും അരുൺ പൂപ്പറമ്പയുമാണ് വിവരങ്ങൾ നൽകുന്നത്. അവിടെ ഇനിയും രക്ഷാദൗത്യത്തിലേക്ക് നേവി കടന്നിട്ടില്ല. കാലാവസ്ഥ പ്രതികൂലമായിരിക്കുന്നതാണ് വലിയ വെല്ലുവിളി. ഡ്രോൺ പരിശോധനയും വൈകുകയാണ്. 1 മണിയോടെ പരിശോധനയിലേക്ക് കടക്കാൻ കഴിയുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.